ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐസംബർ കൊടുത്ത മാപ്പ് സിയോവാൻ കെയർഫുള്ളി സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ ആ മാപ്പിലാണെങ്കിൽ ഡെസേർട്ട് ആയിട്ടുള്ള പ്ലാനിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ ഫയർ എസൻസ് ഹിഡൻ ആയിട്ടുള്ള 3 പോസിബിൾ ലൊക്കേഷൻസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിയോവാൻ ടാഗോ ഡെസേർട്ട് ജേർണി കണ്ടിന്യൂ ചെയ്യും. ജേർണിയുടെ ഇടയിലും അവൻ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജേർണിയുടെ ഇടയിൽ ഒരു മേഴ്സിനറി സിയോവാൻ്റെ ഹെൽപ്പ് ചോദിക്കും. അവൻ്റെ ഗ്രൂപ്പ് സാൻ മേഴ്സിനറീസ് അറ്റാക്ക് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് സിയോവാൻ താല്പര്യം കാണിക്കില്ല. അപ്പോൾ ആ മേഴ്സിനറി പറയും അവൻ ഷീമോ സിറ്റിയിൽ നിന്നുള്ള മാൻലി സ്റ്റീൽ മേഴ്സിനറി ഗ്രൂപ്പിൽ നിന്നാണ്. അവരുടെ ലീഡേഴ്സ് സിയാവോ ലിയു ആണെന്ന്. അപ്പം അത് കേട്ടപ്പോൾ സിയോവാൻ ഷോക്കാവും. കാരണം അവരവൻ്റെ ഓൺ ബ്രദേഴ്സാണ്. അവനപ്പം തന്നെ അങ്ങോട്ട് പോകും. അപ്പം അവിടെയാണെങ്കിൽ സാൻ മേഴ്സിനറീസ് അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കണമായിരിക്കും. ആ ടൈമിൽ സിയോവാൻ അവിടെ എത്തി അവരെ റെസ്ക്യൂ ചെയ്യും. അങ്ങനെ അവരെല്ലാവരും കൂടി ഷീമോ സിറ്റിയിൽ പോകും. അങ്ങനെ ഷീമോ സിറ്റിയിൽ പോകുമ്പോൾ അവിടെ ഒരു ഗേളിനെ ഒരു മെർച്ചൻ്റ് കഷ്ടപ്പെടുത്തണമാണ്. അപ്പം അവൻ അവളെ സഹായിക്കും. അപ്പം അവൻ്റെ അടുത്തുള്ളൊരു പെണ്ണ് പറയും അവളുടെ പേര് ക്വിങ്ലിംഗ് എന്നാണ്. അവൾ ഹാഫ് ഹ്യൂമനും ഹാഫ് സ്നേക്ക് ലീനേജിലുള്ള ഒരു ആളാന്ന് പറയും. അതുകൊണ്ടാണ് എല്ലാവരും അവളെ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണതെന്ന്. അത് കഴിഞ്ഞ് സിയോവാൻ ഫൈനലി അവൻ്റെ ബ്രദേഴ്സിനെ മീറ്റ് ചെയ്യും. 3 പേര് ലോങ് ടേം കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാനാണ്. അപ്പം അവരൊരു ഇമോഷണൽ റീയൂണിയനും ഡ്രിങ്ക്സ് കുടിക്കും, പിന്നെ പാസ്റ്റ് മെമ്മറീസൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ അവൻ്റെ ബ്രദേഴ്സ് പറയും അവനോട് ഷീമോ സിറ്റി തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇൻസിസ്റ്റ് ചെയ്യും. അപ്പോൾ സിയോവാൻ പറയും അവനൊരു ജേണി ഉണ്ട്, അപ്പോൾ അവനത് കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഒരു ബ്രദർ അവനെ അറ്റാക്ക് ചെയ്യും. അതൊരു ഫ്രണ്ട്ലി മാച്ച് പോലെ. അങ്ങനെ മാച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും സിയോവാൻ സ്ട്രോങ് ആണെന്ന്. അങ്ങനെ അവർക്കറിയാം അവൻ്റെ ജേണി ഡേഞ്ചറാണെന്ന്. അതുകൊണ്ട് അവർ പറയും ഫ്യൂച്ചറിൽ എന്താ ആവശ്യമാണെങ്കിലും അവർ അവൻ്റെ കൂടെ ഉണ്ടെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സിയോവാൻ ഐസംബറിൽ കൊടുത്ത മാപ്പ് ബ്രദേഴ്സിനെ കാണിക്കും. ഇപ്പോൾ 3 പേരും ഏത് ലൊക്കേഷനിൽ ഫസ്റ്റ് സെർച്ച് ചെയ്യണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ക്വിൻലിൻ വരും. എന്നിട്ട് അവളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പറയും. അതായത് കുറച്ച് വർഷം മുമ്പ് ഈസ്റ്റേൺ ഷിൻജിൻ ഏരിയയിൽ അവരൊരു എക്സ്ട്രീം പവർഫുൾ എനർജി ഫീൽ ചെയ്തു വന്നു. അതുപോലെ തന്നെ ഒരു പവർഫുൾ പേഴ്സൻ്റെ പ്രസൻസ്. അത് ക്യൂൻ മെഡ്യൂസ ആയിരിക്കുമെന്ന് അവൾ സസ്പെക്റ്റ് ചെയ്ത്. അപ്പോൾ ആ ക്ലൂ ഫോളോ ചെയ്ത് അവർ ആ ഏരിയയിലോട്ട് ട്രാവൽ ചെയ്യും. ക്വിൻലിൻ്റെ ഗൈഡൻസ് കൊണ്ട് അവർ ഹിഡൻ കേവ് എൻട്രൻസും കണ്ടുപിടിക്കും. അപ്പോൾ ആ ടൈമിൽ സാൻ മേഴ്സിനറീസ് വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യും. പക്ഷേ സിയോവാൻ്റെ പവർ കണ്ടപ്പോൾ അവർ പേടിച്ചു പോകും. അവരങ്ങനെ റിട്രീറ്റ് ചെയ്യും. അങ്ങനെ അവരെല്ലാവരും കൂടി കേവിൻ്റെ ഡീപ്പർ ഡെപ്തിലോട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. കേവിൻ്റെ ഉള്ളിൽ അവർ ബ്ലൂ ലോട്ടസ് ജിയോസെൻട്രിക് ഫ്ലെയിമാണ് കണ്ടുപിടിക്കാൻ നോക്കണം. അപ്പോൾ കേവ് വളരെ ഡീപ്പായിരുന്നു. അവസാനം അവർ ലാവാ സറൗണ്ട് ചെയ്ത ഒരു ഏരിയയിലെത്തും. അപ്പോൾ അവിടെ നടക്കാനൊന്നും പറ്റില്ല, ഫ്ലൈയിങ് മാത്രമാണ് ഒരു വേ. അങ്ങനെ സിയോവാൻ അവൻ്റെ വിങ്സ് ഉപയോഗിച്ചിട്ട് സറൗണ്ടിങ്സ് എല്ലാം ചെക്ക് ചെയ്യണ ആ ടൈമിൽ ഒരു 2 ഹെഡഡ് സ്നേക്ക് അവനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവൻ ഫൈറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. പക്ഷേ ആ സ്നേക്ക് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് അവൻ്റെ ബ്രദേഴ്സിൻ്റെ അടുത്തോട്ട് പോകും. എന്നിട്ട് ആ സ്നേക്ക് അവൻ്റെ ഒരു ബ്രദറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കണ ആ ഒരു മൊമെൻറ്റിൽ ക്വിൻലിൻ്റെ ഹിഡൻ പവർ അവേക്കണാവും. അവളുടെ പ്യൂപ്പിൾസ് സഡൻലി 3 ലീഫ് പെറ്റൽ ഷേപ്പായി ചേഞ്ച് ചെയ്യും. അപ്പം അതിൻ്റെ പവർ കൊണ്ട് ആ സ്നേക്ക് ഇമ്മീഡിയറ്റ്ലി അവളുടെ കൺട്രോളിൽ വരും. ഓൾമോസ്റ്റ് അവളുടെ ഫെമിലിയർ പോലെ. ഇത് കണ്ടപ്പോൾ അവൻ്റെ മാസ്റ്റർ യാവോച്ചൻ അവനോട് പറയും, സിയോവാൻ നിനക്ക് എപ്പോഴും സ്ട്രേഞ്ച് ടാലൻസ് ഉള്ളവരായിട്ടാണ് മീറ്റ് ചെയ്യാൻ കിട്ടുന്നത്. നേരത്തെ യുൻ, പിന്നെ പോയ്സൺ ബോഡി, ഇപ്പോൾ ഇത്. പിന്നെ യാവോച്ചൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ക്വിൻലിൻ്റെ ഐസ് ആക്ച്വലി 3 പെറ്റൽ സ്നേക്ക് പ്യൂപ്പിൾസ് ആണ്. എക്സ്ട്രീംലി റെയർ എബിലിറ്റിയാണ്. ഈ പവർ കൊണ്ട് അവൾക്ക് സ്നേക്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ക്വിൻലിൻ്റെ സഹായത്തോടെ ബ്ലൂ ലോട്ടസ് ഫ്ലെയിമിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ അവന് കിട്ടും. സിയോവാൻ എക്സൈറ്റ്മെൻറ്റോടെ ആ പ്ലേസിലോട്ട് പോവും. പക്ഷെ അവിടെ എത്തിയപ്പോഴാ ബ്ലൂ ലോട്ടസ് ഫ്ലെയിം അവിടെ ഇല്ല. അവൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആവും. ഫ്രസ്ട്രേഷനും ദേഷ്യവും എല്ലാം വരും.
കാരണം അവൻ ഇത്ര എഫേർട്ടും അവൻ്റെ ഇത്രയും സമയവും എല്ലാം വേസ്റ്റായി പോയി. അപ്പം ആ സമയത്ത് യാവച്ചൻ അവനെ കാമാക്കും. അവൻ പറയും ഈ വേൾഡിൽ ഫെയ്റ്റ് എപ്പോഴും നമ്മുടെ സൈഡിലായിരിക്കില്ല, പക്ഷെ ജേണി കണ്ടിന്യൂ ചെയ്യണം. കുറച്ച് സമയം കഴിയുമ്പോൾ സിയോയാൻ കാമാവും. അപ്പോൾ യാവച്ചനിൽ ഗ്രൗണ്ടിൽ നിന്ന് ഒരു സ്മോൾ 7 കളേർഡ് ഫ്ലേക്ക് നോട്ടീസ് ചെയ്യും. അത് കണ്ടപ്പോൾ യാവച്ചന് മനസ്സിലാവും ലോട്ടസ് ജിയോസെൻട്രിക് ഫ്ലെയിം ഓൾറെഡി ആരോ എടുത്തതാണെന്ന്. ഫ്ലെയിം എടുത്തതോ ടാഗോർ ഡെസേർട്ടിലെ മോസ്റ്റ് ഡേഞ്ചറസ് റൂളർ ക്യൂൻ മെഡൂസ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സീസൺ 2 എൻഡ് ചെയ്യുന്നത്. സീസൺ 3-ലാണെങ്കിൽ ബ്ലൂ ലോട്ടസ് ഫ്ലെയിം കിട്ടാൻ വേണ്ടി സിയോയാൻ മെഡൂസയുടെ ടെറിട്ടറിയിലോട്ട് പോകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.